ദുബായിൽ പൊതു പാർക്കിംഗ് നിരക്ക് വർദ്ധിച്ചേക്കും. നിരക്കുകളിൽ മാറ്റം വരുത്താൻ അനുമതി തേടി പാർക്കിംഗ് സേവനദാതാക്കളായ പാർക്കിംഗ് കമ്പനി റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയെ സമീപിച്ചു. ഈ വർഷം എമിറേറ്റിലുടനീളം പുതുതായി കൂടുതൽ പാർക്കിംഗ് ഇടങ്ങൾ വികസിപ്പിക്കാനും കമ്പനി ലക്ഷ്യമിടുന്നുണ്ട്. ഓരോ 2 വർഷം കൂടുമ്പോഴും പാർക്കിംഗ് നിരക്ക് പുതുക്കി നിർണ്ണയിക്കാമെന്നാണ് പാർക്കിംഗ് സേവനദാതാക്കളായ പാർക്കിംഗ് കമ്പനിയും റോഡ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റിയും തമ്മിലുള്ള കരാർ. ഇതനുസരിച്ച് പാർക്കിംഗ് കമ്പനി ദുബായ് RTA നിരക്ക് വർധനവ് അനുവദിക്കാൻ ഔദ്യോഗികമായി അപേക്ഷ നൽകി. കഴിഞ്ഞ വർഷത്തെ 3ാം പാദത്തിൽ പെയ്ഡ് പാർക്കിംഗിന്റെ ശരാശരി മണിക്കൂർ ചെലവ് മുൻവർഷത്തെ അപേക്ഷിച്ച് 51% വർദ്ധിച്ചിരുന്നു. നിലവിലുള്ള സീസണൽ കാർഡ് നിരക്കുകളിൽ മാറ്റം വരുത്താനും കൂടുതൽ ശാസ്ത്രീയമായ രീതിയിൽ പാർക്കിംഗ് ഫീസ് ക്രമീകരിക്കാനുമാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. നിരക്കിലെ വ്യത്യാസങ്ങൾ കുറയ്ക്കും, ഒപ്പം ചാർജുകൾ ഏകീകരിക്കും. ഉപഭോക്താക്കൾക്കും കമ്പനിക്കും ഒരുപോലെ ഗുണകരമാകുന്ന നീതിയുക്തമായ പരിഷ്കാരമാണിതെന്ന് പാർക്കിംഗ് അധികൃതർ വ്യക്തമാക്കി. നിരക്ക് വർദ്ധിക്കുമെന്ന് പറയാനാകില്ലെന്നും RTA തീരുമാനമെടുക്കുമെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു. പാർക്കിംഗ് കമ്പനിയുടെ അപേക്ഷ ദുബായ് എക്സിക്യൂട്ടീവ് കൗൺസിലിന്റെ അന്തിമ അനുമതിക്കായി RTA ഉടൻ സമർപ്പിക്കും. ഈ വർഷം കൂടുതൽ സ്ഥലങ്ങളിൽ പാർക്കിംഗ് സൗകര്യങ്ങൾ വികസിപ്പിക്കാൻ ലക്ഷ്യമിടുന്നതായും പാർക്കിംഗ് അറിയിച്ചു. എമിറേറ്റുകളിലുടനീളം പുതുതായി 5500 മുതൽ 7500 വരെ പാർക്കിംഗ് ഇടങ്ങൾ സജ്ജമാക്കാനാണ് തീരുമാനം. 24 ദുബായ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.